വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാവുന്ന, പ്രത്യേകിച്ചും ഫോൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്ന ചില ഇംഗ്ലീഷ് സെൻറ്റൻസസും ഫ്രേസസും നോക്കാം. സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ മലയാളത്തിൽ പറയും, പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം. നമുക്ക് ഫോൺ ചെയ്യണം എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ നീഡ് ടു മേക്ക് എ കോൾ. എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം. ഐ നീഡ് ടു മേക്ക് എ കോൾ. ഇനി എനിക്ക് എൻ്റെ അമ്മയെ വിളിക്കണമെന്നാണ് പറയേണ്ടതെങ്കിലും അങ്ങനെയാണെങ്കിൽ പറയുക ഐ നീഡ് ടു കോൾ മൈ മദർ. ഐ നീഡ് ടു മേക്ക് എ കോൾ ടു മൈ മദർ എന്നൊന്നും പറയണ്ട. ഐ നീഡ് ടു കോൾ മൈ മദർ. എനിക്ക് എൻ്റെ അമ്മയെ വിളിക്കണം. ഐ നീഡ് ടു കോൾ മൈ മദർ അല്ലെങ്കിൽ ഫോൺ മൈ മദർ, റിങ് മൈ മദർ എന്നും പറയാം. കോൾ, ഫോൺ, റിങ് ഇതെല്ലാം നമുക്ക് ഫോൺ ചെയ്യുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന വേർഡ്സ് ആണ്. ഐ നീഡ് ടു ഫോൺ മൈ മദർ. എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് വിളിക്കണം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയോട്, മാനേജറോട് സംസാരിക്കണമെന്ന് പറയണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഐ നീഡ് ടു സ്പീക്ക് ടു ദ മാനേജർ. സ്പീക്ക് ടു എന്നോ സ്പീക്ക് വിത്ത് എന്നോ പറയാം. ഏതെങ്കിലും ഒരു പ്ലംബറുടെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കാൻ, എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എന്ന് ചോദിക്കാം. ഡു യു ഹാവ് ദ നമ്പർ ഓഫ് എ പ്ലംബർ? ഡു യു ഹാവ് ദ നമ്പർ ഓഫ് എ പ്ലംബർ? ഡു യു ഹാവ് ദ നമ്പർ ഓഫ് എ പീഡിയാട്രീഷ്യൻ? ഡു യു ഹാവ് ദ നമ്പർ ഓഫ് എൻ ഇലക്ട്രീഷ്യൻ? ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഡു യു ഹാവിന് പകരം നമുക്ക് ഹാവ് യു ഗോട്ട് ഉപയോഗിക്കാം. ഹാവ് യു ഗോട്ട് ദ നമ്പർ ഓഫ് എ പ്ലംബർ? ഉണ്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു യു ഹാവ് അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അയാളുടെ നമ്പർ ഉണ്ടോ? ഡു യു ഹാവ് ഹിസ് നമ്പർ? അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? ഹാവ് യു ഗോട്ട് ഹിസ് നമ്പർ? ഡു യു ഹാവ് ഹിസ് നമ്പർ അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് ഹിസ് നമ്പർ? ഇനി അയാളുടെ കൈവശം നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചോദിക്കുക? അയാളുടെ കയ്യിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടോ? ഡസ് ഹി ഹാവ് യുവർ നമ്പർ? ഡസ് ഹി ഹാവ് യുവർ നമ്പർ? നിന്റെ കയ്യിൽ അയാളുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എന്നാണ് ചോദിച്ചത്. യുവിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ചത് ഡു എന്ന ഓക്സിലറി വെർബായിരുന്നു. അയാളുടെ കയ്യിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഡസ് ഹി ഹാവ് എന്നാണ്. ഹിയുടെ കൂടെ നമുക്ക് ഉപയോഗിക്കേണ്ട ഓക്സിലറി ഡസ് ആണ്, ഡു അല്ല. ഡു ആയാലും ഡസ് ആയാലും പിന്നെ അതിന് ശേഷം സബ്ജക്റ്റിന് ശേഷം വരുന്നത് ഹാവ് തന്നെയാണ്. ഇനി ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും ചോദിക്കാം. ഹാസ് ഹി ഗോട്ട് യുവർ നമ്പർ? ഹാസ് ഹി ഗോട്ട് യുവർ നമ്പർ? അവൻ്റെ കയ്യിൽ നിന്റെ നമ്പർ ഉണ്ടോ? ഇവിടെ ഹിയുടെ കൂടെ നമ്മൾ ഉപയോഗിച്ചത് ഹാസ് ആണ്. ഹിയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുക സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഡസ്, ഹാസ്, ഈസ് ഇതെല്ലാമാണ്. പ്ലൂറൽ സബ്ജക്ട്സിൻ്റെയും ഐയുടെയും യുവിൻ്റെയും കൂടെയാണ് നമ്മൾ ഡു, ഹാവ്, ആർ അതെല്ലാം ഉപയോഗിക്കുന്നത്. ഇത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ നമ്പർ ഒന്ന് തരാമോ? ഇത് നമുക്ക് പല രീതിയിൽ ചോദിക്കാം. വാട്ട്സ് യുവർ നമ്പർ എന്ന് ചോദിക്കാം. നിങ്ങളുടെ നമ്പർ എന്താണ്? അത് വളരെ ഡയറക്റ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ചുകൂടി പൊളൈറ്റായി നമുക്ക് ചോദിക്കാം ക്യാൻ യു ഗീവ് മീ യുവർ നമ്പർ? ഇവിടെ നമുക്ക് ക്യാനിന് പകരം കുഡ് ഉപയോഗിക്കാം. അത് കുറച്ചുകൂടി പൊളൈറ്റ് ആണ്. ക്യാൻ യു ഗീവ് മീ യുവർ ഫോൺ നമ്പർ? നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്കൊന്ന് തരാമോ? കുഡ് യു ഗീവ് മീ യുവർ ഫോൺ നമ്പർ? ക്യാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ പൊളൈറ്റ് ആണ് കുഡ്. ഏത് ക്വസ്റ്റ്യനും നമുക്ക് കൂടുതൽ പൊളൈറ്റ് ആക്കാൻ ക്യാനിന് പകരം കുഡ് ഉപയോഗിച്ചാൽ മതി. ഡയറക്റ്റ് ആയിട്ട് പ്ലീസ് ഗീവ് മീ യുവർ ഫോൺ നമ്പർ എന്ന് പറയുന്നത് അത്ര പൊളൈറ്റ് അല്ല. അതിന് പകരം നമ്മളിങ്ങനെ ക്യാൻ യു അല്ലെങ്കിൽ കുഡ് യു അങ്ങനെയെല്ലാമാണ് നമ്മളിത് ചോദിക്കുന്നത്. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. കുഡ് ഐ ഹാവ് യുവർ ഫോൺ നമ്പർ പ്ലീസ്? കുഡ് ഐ ഹാവ് യുവർ നമ്പർ പ്ലീസ്? നിങ്ങളുടെ നമ്പർ എനിക്ക് തരാമോ? കുഡ് ഐ ഹാവ് യുവർ നമ്പർ പ്ലീസ്? നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ ഉണ്ടോ? ഡു യു ഹാവ് എ മൊബൈൽ നമ്പർ? നിങ്ങൾക്ക് ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ഡു യു ഹാവ് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഹാവ് യു ഗോട്ട് എന്ന് ചോദിക്കാം. ഡു യു ഹാവ് എ മൊബൈൽ നമ്പർ? നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ ഉണ്ടോ? മലേഷ്യയിലേക്കുള്ള കോഡ് ഏതാണ്? എന്താണ്? മറ്റു രാഷ്ട്രങ്ങളിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഏരിയ കോഡ് വേണമല്ലോ. ഇതിന് കോഡ് എന്നും ഡയലിംഗ് കോഡ് എന്നും ഏരിയ കോഡ് എന്നും എല്ലാം പറയാറുണ്ട്. ജസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാലും മതി. വാട്ട് ഈസ് ദ കോഡ് ഫോർ മലേഷ്യ? വാട്ട് ഈസ് ദ കോഡ് ഫോർ മലേഷ്യ? മലേഷ്യയിലേക്കുള്ള കോഡ് എന്താണ്? അമേരിക്കയിലേക്കുള്ളതാണെങ്കിൽ വാട്ട് ഈസ് ദ കോഡ് ഫോർ അമേരിക്ക? റൂം സർവീസിന് ഞാൻ ഏത് നമ്പറാണ് ഡയൽ ചെയ്യേണ്ടത്? ഏത് നമ്പറാണ് വാട്ട് നമ്പർ ഞാൻ ഡയൽ ചെയ്യേണ്ടത്? ഡു ഐ ഹാവ് ടു ഡയൽ ഫോർ റൂം സർവീസ്? റൂം സർവീസിനെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഏത് നമ്പറാണ് ഡയൽ ചെയ്യേണ്ടത്? വാട്ട് നമ്പർ ഡു ഐ ഹാവ് ടു ഡയൽ ഫോർ റൂം സർവീസ്? വാട്ട് നമ്പർ ഡു ഐ ഹാവ് ടു ഡയൽ ഫോർ റൂം സർവീസ്?
നമ്മൾ ഫോൺ നമ്പറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വിച്ച് ഈസ് യുവർ നമ്പർ എന്നല്ല നോർമലി ചോദിക്കുക, വാട്ട് ഈസ് യുവർ നമ്പർ എന്നാണ് ചോദിക്കുക. കാരണം ഫോൺ നമ്പർ എന്ത് വേണമെങ്കിലും ആവാം, ഒരു ഇൻഫിനിറ്റ് ചോയ്സസ് അവിടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മളവിടെ വാട്ട് ഉപയോഗിക്കുന്നത്. വിച്ച് പൊതുവേ നമ്മൾ ഉപയോഗിക്കുക ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ചോയ്സസ് ഉള്ള സമയത്താണ്. ഏതെങ്കിലും 2-3 സാധനങ്ങൾ കാണിച്ച് അതിൽ നിന്ന് ഒന്ന് എടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിച്ച് എന്ന് പറയാം. പക്ഷേ നമ്പേഴ്സിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നമ്പർ എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പൊതുവേ നമ്മൾ വാട്ടാണ് ഉപയോഗിക്കുക. വിച്ച് നമ്പർ എന്നല്ല നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. വാട്ട് നമ്പർ ഡു ഐ ഹാവ് ടു ഡയൽ ഫോർ റൂം സർവീസ്. ഇവിടെ ഡു ഐ ഹാവ് എന്നതിന് പകരം നമുക്ക് ഷുഡ് ഐ എന്നും ചോദിക്കാം. ഞാൻ ഏത് നമ്പറാണ് ഡയൽ ചെയ്യേണ്ടത്. വാട്ട് നമ്പർ ഷുഡ് ഐ ഡയൽ ഫോർ റൂം സർവീസ്. വാട്ട് നമ്പർ ഷുഡ് ഐ ഡയൽ ഫോർ റൂം സർവീസ്. ഇനി ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ആരാ എന്ന് നോർമലി പറയും. അതറിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കാണുമ്പോഴേ അവർക്ക് നമ്മൾ ആരാന്ന് മനസ്സിലാവുമെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഒരാളെ ആദ്യമായി വിളിക്കുകയോ മറ്റോ അവർക്ക് നമ്മളെ അറിയില്ലെങ്കിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഹലോ, ദിസ് ഈസ് മായ. ഇത് മായയാണ്. ഇറ്റ് ഈസ് മായ. രണ്ടും നമുക്ക് പറയാം. ഹലോ, ഇറ്റ് ഈസ് മായ. ഇറ്റ് ഈസ് മായ ഹിയർ. അങ്ങനെ എല്ലാം പറയാം. ഹലോ, ഇറ്റ്സ് മായ ഹിയർ. ഇത് മായയാണ്. അല്ലെങ്കിൽ ഹലോ, ദിസ് ഈസ് മായ. ഇത് മായയാണ്. പ്രിയ ഉണ്ടോ? ഈസ് പ്രിയ ഇൻ. പ്രിയ ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഈസ് പ്രിയ ദർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈസ് പ്രിയ ഇൻ എന്ന് ചോദിക്കാം. പ്രിയ അവിടെ ഉണ്ടോ? അതാണ് ചോദ്യം. ഹലോ, ദിസ് ഈസ് മായ. ഈസ് പ്രിയ ഇൻ. പ്രിയ അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ ഈസ് പ്രിയ ദർ. നമ്മളെക്കുറിച്ച് പറയാൻ നമുക്ക് ദിസ് ഈസ് എന്നും പറയാം, ഇറ്റ്സ് എന്നും പറയാം. പിന്നെ അതിനുശേഷം നമ്മുടെ പേര് പറഞ്ഞാൽ മതി. ഹിയർ അവിടെ നിർബന്ധമൊന്നുമില്ല. ഹലോ, ഇറ്റ്സ് പ്രിയ അത്രയും പറഞ്ഞാലും മതി. ഇറ്റ്സ് പ്രിയ ഹിയർ എന്നും പറയാം. ആരാണ്? ഹു ഈസ് ദർ. ഫോൺ എടുത്ത് ആരാണ് വിളിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചോദിക്കാം? ഹു ഈസ് ദർ. ആരാണ് അവിടെയുള്ളത്? ഹു ഈസ് ദാറ്റ്. അത് ആരാണ്? ഹു ഈസ് ദാറ്റ് സ്പീക്കിംഗ്. സംസാരിക്കുന്നത് ആരാണ്? ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കേണ്ടി വരും. ആ വിളിച്ച ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു പക്ഷേ ഇങ്ങനെ ചോദിക്കേണ്ടി വന്നേക്കാം. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? ഹു ആം ഐ സ്പീക്കിംഗ് ടു. ഹു ആം ഐ സ്പീക്കിംഗ് ടു. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? സ്പീക്കിംഗ് ടു എന്നതിന് പകരം നമുക്ക് ടോക്കിംഗ് ടു എന്നും പറയാം, സ്പീക്കിംഗ് വിത്ത് എന്നും പറയാം. ഹു ആം ഐ സ്പീക്കിംഗ് വിത്ത്. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? ആരാണ് സംസാരിക്കുന്നത്? ഹു ഈസ് ദാറ്റ് സ്പീക്കിംഗ്. ആരാണ് സംസാരിക്കുന്നത്? ഹു ഈസ് ദാറ്റ് സ്പീക്കിംഗ്. ഞാൻ നിങ്ങളുടെ സഹോദരൻ്റെ ഒരു സുഹൃത്താണ്. ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പേര് പറഞ്ഞതുകൊണ്ട് അവർക്ക് മനസ്സിലാവണമെന്നില്ല. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ അഡീഷണൽ ഇൻഫർമേഷനൊക്കെ ഒരുപക്ഷെ നൽകേണ്ടി വരും. ഞാൻ നിങ്ങളുടെ സഹോദരൻ്റെ ഒരു സുഹൃത്താണ്. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഞാൻ നിങ്ങളുടെ സഹോദരൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ നിങ്ങളുടെ സഹോദരൻ്റെ സുഹൃത്താണ് എന്ന് പറയാൻ ഐ എം യുവർ ബ്രദേഴ്സ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഐ എം യുവർ ബ്രദേഴ്സ് ഫ്രണ്ട്. ഞാൻ നിങ്ങളുടെ സഹോദരൻ്റെ ഒരു സുഹൃത്താണ് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ എന്തു പറയും? ഐ എം എ ഫ്രണ്ട് ഓഫ് യുവർ ബ്രദേഴ്സ്. ഐ എം എ ഫ്രണ്ട് ഓഫ് യുവർ ബ്രദേഴ്സ്. ആ ബ്രദറിന് ശേഷം അവിടെ ഒരു അപ്പോസ്ട്രോഫ് എസ് ഉണ്ട് എന്ന് ശ്രദ്ധിക്കണം. ഐ എം എ ഫ്രണ്ട് ഓഫ് യുവർ ബ്രദർ എന്ന് പറഞ്ഞാൽ പോരാ, ഐ എം എ ഫ്രണ്ട് ഓഫ് യുവർ ബ്രദേഴ്സ് അങ്ങനെ തന്നെ വേണം പറയാൻ. അല്ലെങ്കിൽ എന്തു പറയാം? ഐ ആം യുവർ ബ്രദേഴ്സ് ഫ്രണ്ട്. അങ്ങനെ പറയുമ്പോൾ ഞാൻ നിൻ്റെ ബ്രദറിൻ്റെ സുഹൃത്താണ് എന്ന് മാത്രമാണ്. ഒരു സുഹൃത്താണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഐ എം എ ഫ്രണ്ട് ഓഫ് യുവർ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ രാഹുലിൻ്റെ ഒരു കൊളീഗാണെന്ന് പറയണമെന്ന് കരുതാം. ഐ എം എ കൊളീഗ് ഓഫ് രാഹുൽസ്. രാഹുൽ എന്ന് പറഞ്ഞാൽ പോരാ, രാഹുൽസ്. രാഹുലിൻ്റെ ഒരു കൊളീഗാണ്. ഐ എം എ കൊളീഗ് ഓഫ് രാഹുൽസ്. ഹലോ, ഇത് രവിയാണോ? ഈസ് ദാറ്റ് രവി. ഹലോ, ഈസ് ദാറ്റ് രവി. അത് രവിയാണോ? ഫോണിലുള്ളത് രവിയാണോ? ഹോസ്പിറ്റലിലേക്കാണ് ഫോൺ ചെയ്യുന്നതെങ്കിൽ ഇസ് ദാറ്റ് ദ ഹോസ്പിറ്റൽ. ഫയർ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇസ് ദാറ്റ് ദ ഫയർ സ്റ്റേഷൻ. നിന്റെ അച്ഛൻ അവിടെയുണ്ടോ? ഈസ് യുവർ ഫാദർ ദർ. ഈസ് യുവർ ഫാദർ ദർ. നിന്റെ അച്ഛൻ അവിടെയുണ്ടോ? രാഹുൽ അവിടെയുണ്ടോ? ഈസ് രാഹുൽ ദർ. അല്ലെങ്കിൽ ഈസ് രാഹുൽ ഇൻ. വീട്ടിലുണ്ടോ, ഓഫീസിലുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇൻ എന്ന് ഉപയോഗിച്ചാലും മതി. ഈസ് രാഹുൽ ഇൻ. രാഹുൽ അവിടെയുണ്ടോ? അല്ലെങ്കിൽ ഈസ് രാഹുൽ ദർ. രാഹുൽ അവിടെയുണ്ടോ? ഈസ് യുവർ ഫാദർ ദർ. നിന്റെ അച്ഛൻ അവിടെയുണ്ടോ? ഈസ് യുവർ ഡാഡ് ദർ. അല്ലെങ്കിൽ ഈസ് യുവർ ഡാഡ് ഇൻ. ഇതിനെല്ലാം അർത്ഥം നിന്റെ അച്ഛൻ അവിടെയുണ്ടോ, വീട്ടിലുണ്ടോ, അത് തന്നെയാണ്. എനിക്ക് രാഹുലിനോട് സംസാരിക്കാമോ? നമുക്ക് രാഹുലിനോട് സംസാരിക്കണം. അതെങ്ങനെയാണ് ഫോണിൽ പറയുന്നത്? ക്യാൻ ഐ സ്പീക്ക് ടു രാഹുൽ. അല്ലെങ്കിൽ ക്യാൻ ഐ സ്പീക്ക് വിത്ത് രാഹുൽ. ക്യാനിന് പകരം നമുക്ക് കുഡ് ഉപയോഗിക്കാം. കുഡ് ഐ സ്പീക്ക് ടു രാഹുൽ. രാഹുലിനോട് എനിക്ക് സംസാരിക്കാമോ? കുഡ് ഐ സ്പീക്ക് ടു രവി. അല്ലെങ്കിൽ രാഹുൽ. മാനേജരോട് സംസാരിക്കാൻ കഴിയുമോ?
കുഡ് ഐ സ്പീക്ക് ടു ദ മാനേജർ അല്ലെങ്കിൽ കുഡ് ഐ സ്പീക്ക് വിത്ത് ദ മാനേജർ. നമ്മളിപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക, എന്നിട്ട് അവരോടായിരിക്കും ചോദിക്കുന്നത് മാനേജറോട് സംസാരിക്കാൻ കഴിയുമോ എന്ന്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ മാനേജർ ഉണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാമെങ്കിൽ അവർ പറയാ ഇതാണ്: ഷുവർ, ഐ വിൽ പുട്ട് യു ത്രൂ ടു ഹിം. ഷുവർ, കുഡ് ഐ സ്പീക്ക് ടു ദ മാനേജർ? ഷുവർ, ഐ വിൽ പുട്ട് യു ത്രൂ ടു ഹിം. ഞാൻ നിങ്ങളെ മാനേജറുമായി കണക്ട് ചെയ്യാം. ഐ വിൽ പുട്ട് യു ത്രൂ ടു ഹിം. പുട്ട് ത്രൂ ആ ഫ്രേസൽ വെർബാണ് നമ്മൾ ഈ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ റിസപ്ഷനിലോ മറ്റോ വിളിച്ച് ആരെങ്കിലും നമുക്കൊന്ന് കണക്ട് ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ ക്യാൻ യു പുട്ട് മീ ത്രൂ ടു ഹിം എന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ടു ഹർ. ഇനി മാനേജർ അവിടെ ഇല്ലെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക? സോറി, ഹീ ഈസ് നോട്ട് ഇൻ അറ്റ് ദ മൊമെൻറ്റ്, അല്ലെങ്കിൽ സോറി, ഹീ ഈസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെൻറ്റ്. ഇത് തന്നെ നമുക്ക് കുറച്ചുകൂടി ഫോർമലായി മറ്റൊരു രീതിയിലും പറയാം. ഐ എം അഫ്രൈഡ് ഹീ ഈസ് നോട്ട് ഇൻ അറ്റ് ദ മൊമെൻറ്റ്. ഐ എം അഫ്രൈഡ് ഹീ ഈസ് നോട്ട് ഇൻ അറ്റ് ദ മൊമെൻറ്റ്. ഐ എം അഫ്രൈഡ് എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണെന്നോ പേടിയുണ്ട് എന്നോ ഒന്നും അർത്ഥമില്ല. ഇത് കുറച്ച് ഫോർമലായി ഈ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ്, ഇംഗ്ലീഷിലുള്ള ഒരു രീതിയാണ്. ഐ എം അഫ്രൈഡ് എന്നുള്ളതിനർത്ഥം ഐ എം സോറി ടു ടെൽ യു എന്ന് തന്നെയാണ്. ഐ എം സോറി ടു ടെൽ യു, ഞാനത് പറയുന്നതിൽ ഖേദിക്കുന്നു. ഐ എം അഫ്രൈഡ് ഹീ ഈസ് നോട്ട് ഹിയർ അറ്റ് ദ മൊമെൻറ്റ്. ഐ എം അഫ്രൈഡ് ഹീ ഈസ് നോട്ട് ഇൻ അറ്റ് ദ മൊമെൻറ്റ്. ഇപ്പോൾ അദ്ദേഹം ഇവിടെയില്ല. ജെയിംസ് വിളിച്ചിരുന്നുവെന്ന് ഒന്ന് അവളോട് പറയാമോ? ഇപ്പം നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ച വ്യക്തി അവിടെ ഇല്ല, മറ്റൊരാളാണ് ഫോൺ എടുത്തത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ വിളിച്ചിരുന്നു എന്ന് ആ ആൾ വരുമ്പോൾ അവരുടെ അടുത്തൊന്ന് പറയാൻ നമ്മൾ പറയില്ലേ? ഇതെങ്ങനെയാണ് അപ്പോൾ പറയേണ്ടത്? Could you just tell her that James called? Could you just tell her that James called? ഈ ജെയിംസ് നമ്മളുടെ പേര്, ആരാണോ വിളിച്ചത് അവരുടെ പേരാണത്. കുഡ് യു ജസ്റ്റ് ടെൽ ഹെർ ദാറ്റ് ഐ കോൾഡ് എന്ന് പറഞ്ഞാൽ പോരല്ലോ, ഞാൻ വിളിച്ചിരുന്നു എന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഞാൻ ആരാ എന്നുകൂടി പറയണ്ടേ? അതിനാണ് പേരവിടെ പറയുന്നത്. കുഡ് യു ജസ്റ്റ് ടെൽ ഹെർ ദാറ്റ് ജെയിംസ് കോൾഡ്. ദാറ്റ് അവിടെ ഓപ്ഷണലാണ്, ദാറ്റ് നിർബന്ധമില്ല. കുഡ് യു ജസ്റ്റ് ടെൽ ഹെർ ജെയിംസ് കോൾഡ്. നമ്മൾ ഉദ്ദേശിച്ച ആളവിടെ ഇല്ല, അവർ വരുമ്പോൾ അവരോടൊന്ന് നമ്മളെ തിരിച്ചു വിളിക്കാൻ പറയണം. അതെങ്ങനെയാണ് അപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത്? കുഡ് യു ആസ്ക് ഹെർ ടു കോൾ മീ ബാക്ക്. കുഡ് യു ആസ്ക് ഹെർ ടു കോൾ മീ ലേറ്റർ. കോൾ മീ ബാക്ക്, എന്നെ തിരിച്ചു വിളിക്കാൻ. കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക് ലേറ്റർ. കുഡ് യു ആസ്ക് ഹെർ ടു കോൾ മീ ബാക്ക്, എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാൻ പറയുമോ? കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ ലേറ്റർ, പിന്നീട് എന്നെ ഒന്ന് വിളിക്കാൻ പറയുമോ? ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ടു കോൾ മീ എന്നതിന് പകരം നമുക്ക് ടു ഗീവ് മീ എ കോൾ എന്നോ ടു ഗീവ് മീ എ റിംഗ് എന്നോ എല്ലാം പറയാം. കുഡ് യു ജസ്റ്റ് ആസ്ക് ഹിം ടു ഗീവ് മീ എ കോൾ ലേറ്റർ, അല്ലെങ്കിൽ കുഡ് യു ജസ്റ്റ് ആസ്ക് ഹിം ടു ഗീവ് മീ എ റിംഗ് ലേറ്റർ, എന്നെ പിന്നീട് വിളിക്കാനൊന്ന് പറയുമോ? ഗീവ് മീ എ കോൾ എന്ന് പറഞ്ഞാലും ഗീവ് മീ എ റിംഗ് എന്ന് പറഞ്ഞാലും എല്ലാം കോൾ മീ എന്ന് തന്നെയാണ് അർത്ഥം. ഒന്ന് ഹോൾഡ് ചെയ്യാമോ? ഇത് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. പല രീതിയിൽ നമുക്കിത് പറയാം. ഇത് പലപ്പോഴും ഓപ്പറേറ്റേഴ്സ് എല്ലാം പറയുന്നതാണ്. ജസ്റ്റ് എ മൊമെൻറ്റ്, ഒരു മിനിറ്റ് ഒന്ന് കാത്തു നിൽക്കൂ, അല്ലെങ്കിൽ പ്ലീസ് ഹോൾഡ് ദ ലൈൻ, അതല്ലെങ്കിൽ ഹോൾഡ് ഓൺ എ മൊമെൻറ്റ് പ്ലീസ്. ഹോൾഡ് ഓൺ എ മൊമെൻറ്റ് പ്ലീസ്, അല്ലെങ്കിൽ പ്ലീസ് ഹോൾഡ് ദ ലൈൻ, ഒന്ന് ഹോൾഡ് ചെയ്യാമോ? പ്ലീസ് ഹോൾഡ് ദ ലൈൻ. ഹാങ് ഓൺ, അത് വളരെ ഇൻഫോർമലാണ്. അത് നമുക്ക് ഇൻഫോർമൽ സ്റ്റൈലിൽ ഉപയോഗിക്കാവുന്നതാണ്. കുറച്ചുകൂടി ഫോർമലായ സിറ്റുവേഷൻസിൽ പ്ലീസ് ഹോൾഡ് ദ ലൈൻ എന്നോ പ്ലീസ് ഹോൾഡ് ഓൺ എ മൊമെൻറ്റ് എന്നോ പറയാം. ജസ്റ്റ് എ മൊമെൻറ്റ് എന്ന് പറഞ്ഞാലും മതി. നമ്പർ റിങ് ചെയ്യുന്നുണ്ട്, ഇതും പലപ്പോഴും ഓപ്പറേറ്റേഴ്സ് പറയുന്നത്, നമ്മളും പറയാറുണ്ട്. ദ നമ്പർ ഈസ് റിങ്ങിങ്. നമ്മളൊരു ഓപ്പറേറ്ററുടെ അടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്ത് തരാൻ പറയുമ്പോൾ അവരത് ഡയൽ ചെയ്തിട്ട് പറയുന്നതാണ് ദ നമ്പർ ഈസ് റിങ്ങിങ്. നമ്പർ റിങ് ചെയ്യുന്നുണ്ട്. ദ നമ്പർ ഈസ് റിങ്ങിങ് ഫോർ യു. നമ്പർ എൻഗേജ്ഡ് ആണ്. ഇപ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ എന്താ പറയുക? ദ നമ്പർ ഈസ് എൻഗേജ്ഡ് അല്ലെങ്കിൽ ദ നമ്പർ ഈസ് ബിസി. രണ്ട് രീതിയിലും പറയാം. ദ നമ്പർ ഈസ് എൻഗേജ്ഡ് അല്ലെങ്കിൽ ദ നമ്പർ ഈസ് ബിസി. നമ്മളൊരു ടെലിഫോൺ ഓപ്പറേറ്ററാണ്, എന്നിട്ട് മറ്റൊരാൾക്ക് വേണ്ടി നമ്മളൊരു നമ്പർ ഡയൽ ചെയ്തു, പക്ഷേ അത് എൻഗേജ്ഡ് ആണ്. അത് നമ്മൾ അവരോട് എങ്ങനെയാണ് പറയാം? ഐ എം അഫ്രൈഡ് ദ നമ്പർ ഈസ് എൻഗേജ്ഡ്, അല്ലെങ്കിൽ ഐ എം അഫ്രൈഡ് ദ നമ്പർ ഈസ് ബിസി. ഐ എം അഫ്രൈഡ് ദ നമ്പർ ഈസ് എൻഗേജ്ഡ്. ഐ എം അഫ്രൈഡ് എന്ന ഈ എക്സ്പ്രഷൻ വളരെ ഫോർമലായ ഒരു ലാംഗ്വേജിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ടോക്കിനിടയിൽ, നമ്മൾ സാധാരണ സംഭാഷണത്തിനിടയിൽ ഇതുപോലുള്ള പ്രയോഗങ്ങൾ വരില്ല. അങ്ങനെ നമുക്ക് അങ്ങനെ ഖേദിക്കുന്നു എന്ന് പറയാൻ ജസ്റ്റ് സോറി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇത് വളരെ ഫോർമലായ ഒരു രീതിയാണ്. ഐ എം അഫ്രൈഡ് ദ നമ്പർ ഈസ് എൻഗേജ്ഡ്. പറയുന്നതിൽ വിഷമമുണ്ട്, നമ്പർ എൻഗേജ്ഡ് ആണ് എന്നാണ് അതിനർത്ഥം. ഈ നമ്പറിൽ നിന്നും മറുപടി ഒന്നും വരുന്നില്ല. There is no reply from this number. There is no reply from this number. ഈ നമ്പറിൽ നിന്നും മറുപടി ഒന്നും ലഭിക്കുന്നില്ല. There is no reply from this number.
നിങ്ങൾക്ക് നമ്പർ തെറ്റി എന്ന് തോന്നുന്നു. നമ്മൾ പലപ്പോഴും തെറ്റായ നമ്പറിലേക്ക് വിളിക്കാറുണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയാം? ഐ തിങ്ക് യു ഹാവ് ഗോട്ട് ദ റോങ് നമ്പർ. നിങ്ങൾ വിളിച്ച നമ്പർ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് യു ഹാവ് ഗോട്ട് ദ റോങ് നമ്പർ. ഇനി നമ്മൾ വിളിച്ച നമ്പർ തെറ്റാണ് എന്ന് നമ്മൾ തന്നെ പറയണമെങ്കിലോ? സോറി, ഐ ഹാവ് ഗോട്ട് ദ റോങ് നമ്പർ. സോറി, ഐ ഹാവ് ഗോട്ട് ദ റോങ് നമ്പർ. ഞാൻ വിളിച്ച നമ്പർ തെറ്റിപ്പോയതാണ്, മാറിപ്പോയതാണ്. ഐ എം സോറി, ഐ ഹാവ് ഗോട്ട് ദ റോങ് നമ്പർ. അല്പം ഉച്ചത്തിലൊന്ന് സംസാരിക്കാമോ? പറയുന്നത് നമുക്ക് കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കില്ലേ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? ക്യാൻ യു സ്പീക്ക് ലൗഡർ, അല്ലെങ്കിൽ ക്യാൻ യു സ്പീക്ക് എ ലിറ്റിൽ ലൗഡർ. അല്പം ഉച്ചത്തിലൊന്ന് സംസാരിക്കാമോ? ക്യാൻ യു സ്പീക്ക് എ ലിറ്റിൽ ലൗഡർ. ക്യാനിന് പകരം നമുക്ക് കുഡ് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ സംസാരം കുറച്ചുകൂടി പൊളൈറ്റ് ആവും. ഇറ്റ്സ് എ ബാഡ് കണക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ്സ് എ ബാഡ് ലൈൻ. ലൈനിൽ എന്തോ തകരാറുണ്ട് എന്ന് പറയുന്നതിനാണ് ഇറ്റ്സ് എ ബാഡ് കണക്ഷൻ അല്ലെങ്കിൽ ഇറ്റ്സ് എ ബാഡ് ലൈൻ എന്ന് പറയുന്നത്. ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. ഇറ്റ്സ് എ ബാഡ് ലൈൻ. ഞാൻ കട്ട് ചെയ്ത് വീണ്ടും വിളിക്കാം. ഇറ്റ്സ് എ ബാഡ് കണക്ഷൻ. ഐ വിൽ ഹാങ് അപ്പ് ആൻഡ് കോൾ എഗെയിൻ. ഐ വിൽ ഹാങ് അപ്പ് ആൻഡ് കോൾ എഗെയിൻ. ഞാൻ വീണ്ടും വിളിക്കാം. കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിക്കാം. ഫോണ് കട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫോൺ വയ്ക്കുന്നതിനാണ് ഹാങ് അപ്പ് എന്ന് പറയുന്നത്. ഐ വിൽ ഹാങ് അപ്പ് ആൻഡ് കോൾ ലേറ്റർ. ഇനി നമ്മൾ ഇംഗ്ലീഷിൽ ഫോൺ നമ്പർ പറയുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം. അമേരിക്കൻ ഇംഗ്ലീഷിൽ എല്ലാ നമ്പേഴ്സും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പറയാം. പക്ഷെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ 0 എന്ന നമ്പറിന് അവർ പറയുന്നത് O എന്നാണ്. അതുപോലെ ഒരേ നമ്പർ 2 പ്രാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അവർ പറയുക ഡബിൾ ഉപയോഗിച്ചാണ് അത് പറയാം. ഇപ്പോൾ ഈ നമ്പർ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയാം: 3074922. 3074922. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇത് പറയുക 3074922 എന്നാണ്. നമ്മൾ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത് എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഏത് കൺവെൻഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഫോൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോർമലി അവരുടെ സുഖവിവരങ്ങളൊന്ന് അന്വേഷിക്കും. അതിന് നമുക്ക് എന്തെല്ലാം ചോദിക്കാം? ഹൗ ആർ യു എന്ന് ചോദിക്കാം, വാട്സപ്പ് എന്ന് ചോദിക്കാം, ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിക്കാം, ഹലോ ജെയിംസ് ഹൗ ആർ യു. അപ്പോൾ ഇതിന് റിപ്ലൈ ആയിട്ട് നമ്മളോട് ആരെങ്കിലും ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ ആയിട്ട് പലതും പറയാം. ഐ എം ഗുഡ് താങ്ക്സ് എന്ന് പറയാം, ഐ എം ഫൈൻ താങ്ക്സ് എന്ന് പറയാം. ഇനിയിപ്പോൾ നമ്മൾ അത്ര നല്ലൊരു സിറ്റുവേഷനിലല്ല, അത്ര സന്തോഷമായിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? കുഴപ്പമില്ല എന്ന് നമ്മൾ പറയില്ലേ? അതിന് നമുക്ക് നോട്ട് ഗുഡ് ആക്ച്വലി എന്ന് പറയാം, നോട്ട് ഗ്രേറ്റ് ആക്ച്വലി എന്ന് പറയാം, നോട്ട് ടു ഗ്രേറ്റ് ആക്ച്വലി എന്ന് പറയാം. ഐ എം ഗുഡ് എന്ന് തന്നെ പറയണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ അത്ര നല്ലൊരു സിറ്റുവേഷനിലല്ലെങ്കിൽ നോട്ട് ഗ്രേറ്റ് എന്നോ നോട്ട് ഗുഡ് എന്നോ നോട്ട് ടു ഗുഡ് എന്നോ എല്ലാം പറയാം. നോട്ട് ടു ഗുഡ് ആക്ച്വലി, അത്ര സുഖത്തിലല്ല എന്നാൽ കുഴപ്പമില്ല, അതാണ് അതിനർത്ഥം. ശനിയാഴ്ചയിലെ മീറ്റിങ്ങിനെ കുറിച്ച് പറയാനാണ് ഞാൻ വിളിക്കുന്നത്. നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ഫോൺ ചെയ്യുന്നത് എന്ന് പറയണ്ടേ? അത് ഇങ്ങനെയാണ് പറയുന്നത്: ഐ എം കോളിംഗ് ടു ടോക്ക് എബൌട്ട് സാറ്റർഡേയ്സ് മീറ്റിംഗ്, അല്ലെങ്കിൽ ഐ എം കോളിംഗ് എബൌട്ട് സാറ്റർഡേയ്സ് മീറ്റിംഗ്. ഐ എം കോളിംഗ് എബൌട്ട് സാറ്റർഡേയ്സ് മീറ്റിംഗ്, അല്ലെങ്കിൽ ഐ ആം കോളിംഗ് ടു ടോക്ക് എബൌട്ട് സാറ്റർഡേയ്സ് മീറ്റിംഗ്. ഞാൻ ശനിയാഴ്ചത്തെ മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വിളിക്കുന്നത്. കോളിംഗ് എന്നോ ഫോണിംഗ് എന്നോ റിങ്ങിങ് എന്നോ എല്ലാം ഉപയോഗിക്കാം നമുക്ക്. പത്രത്തിലുള്ള നിങ്ങളുടെ പരസ്യം കണ്ടാണ് ഞാൻ വിളിക്കുന്നത്. ഐ എം ഫോണിംഗ് എബൌട്ട് യുവർ ആഡ് ഇൻ ദ ന്യൂസ് പേപ്പർ. ഐ എം ഫോണിംഗ് എബൌട്ട് യുവർ ആഡ് ഇൻ ദ ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ ഐ എം കോളിംഗ് എബൌട്ട് യുവർ ആഡ് ഇൻ ദ ന്യൂസ് പേപ്പർ. നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്നറിയാനാണ് ഞാൻ വിളിക്കുന്നത്. I am calling to ask if you have any vacancies. I am calling to ask if you have any vacancies. ഇവിടെ നമുക്ക് ifന് പകരം whether വേണമെങ്കിൽ ഉപയോഗിക്കാം. I am calling to ask whether you have any vacancies. ആസ്കിന് പകരം നമുക്ക് നോ എന്ന വെർബും വേണമെങ്കിൽ ഉപയോഗിക്കാം. I am calling to know if you have any vacancies. നിങ്ങൾക്ക് എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. I am calling to know if you have any vacancies. നിങ്ങളുടെ പുതിയ കോഴ്സുകളെ കുറിച്ച് അറിയാനാണ് ഞാൻ വിളിക്കുന്നത്. ഐ എം കോളിംഗ് ടു ഗെറ്റ് സം ഇൻഫർമേഷൻ അബൌട്ട് യുവർ ന്യൂ കോഴ്സസ്. ഐ എം കോളിംഗ് ടു ഗെറ്റ് സം ഇൻഫർമേഷൻ അബൌട്ട് യുവർ ന്യൂ കോഴ്സസ്. ഞാൻ എന്തിനാണ് വിളിക്കുന്നത് എന്ന് പറയാൻ ഐ എം കോളിംഗ് ടു എന്ന് പറയാം. എന്നിട്ട് അതിനുശേഷം എന്താണ് നമുക്ക് വേണ്ടതെങ്കിൽ അതാണ് അവിടെ പറയേണ്ടത്. ഐ എം കോളിംഗ് ടു ഗെറ്റ് സം ഇൻഫർമേഷൻ അബൌട്ട് യുവർ ന്യൂ കോഴ്സസ്. ഐ എം കോളിംഗ് ടു ഗെറ്റ് സം ഇൻഫർമേഷൻ അബൌട്ട് യുവർ ന്യൂ കോഴ്സസ്, അല്ലെങ്കിൽ ഐ എം കോളിംഗ് ടു ടോക്ക് അബൌട്ട് സാറ്റർഡേയ്സ് മീറ്റിംഗ്. ശനിയാഴ്ചത്തെ മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഫോൺ ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് അവിടുത്തെ ആ ടു ഇൻഫിനിറ്റീവ് ഒഴിവാക്കാം. ഐ എം കോളിംഗ് അബൌട്ട് സാറ്റർഡേയ്സ് മീറ്റിംഗ് എന്നും പറയാം. ശനിയാഴ്ചത്തെ മീറ്റിങ്ങിനെ പറ്റിയാണ് ഞാൻ വിളിക്കുന്നത്, അതിനെക്കുറിച്ച് പറയാനാണ് എന്ന് തന്നെയാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഐ എം കോളിംഗ് അബൌട്ട് സാറ്റർഡേയ്സ് മീറ്റിംഗ്.
ഞാൻ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറയാം. ഐ എം കോളിംഗ് ഫ്രം ദ ബാങ്ക്. ഐ എം കോളിംഗ് ഫ്രം യുവർ ചൈൽഡ് സ്കൂൾ. ഐ എം കോളിംഗ് ഫ്രം ദ ഡെന്റിസ്റ്റ് ഓഫീസ്. ഐ എം കോളിംഗ് ഫ്രം ദ ഡോക്ടേഴ്സ് ഓഫീസ്. ഞാൻ എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഐ എം കോളിംഗ് ഫ്രം എന്ന് പറയുന്നത്. ഞാൻ എന്തിനാണ് വിളിക്കുന്നത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഐ എം കോളിംഗ് ടു എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ വിളിക്കുന്നത് അതിനെക്കുറിച്ചാണ് പിന്നെ അവിടെ പറയേണ്ടത്. ഞാനൊരു മെസ്സേജ് തരട്ടെ. നമ്മൾ ഫോൺ ചെയ്തു, പക്ഷെ നമ്മൾ സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ച ആൾ അവിടെ ഇല്ല. നമുക്കൊരു മെസ്സേജ് അവിടെ കൊടുക്കണമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെയാണ് നമ്മൾ പറയാം? ഫോൺ എടുത്ത ആളിൻ്റെ അടുത്ത് ഞാനൊരു മെസ്സേജ് തരട്ടെ എന്ന് ചോദിക്കാം. ക്യാൻ ഐ ലീവ് എ മെസ്സേജ് എന്ന് ചോദിക്കാം. കുഡ് ഐ ലീവ് എ മെസ്സേജ് എന്നും ചോദിക്കാം. ലീവ് എ മെസ്സേജ് ആ എക്സ്പ്രഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനൊരു മെസ്സേജ് അവിടെ തന്നിട്ട് പോകട്ടെ. ക്യാൻ ഐ ലീവ് എ മെസ്സേജ്, ക്യാൻ ഐ ലീവ് എ മെസ്സേജ് അല്ലെങ്കിൽ കുഡ് ഐ ലീവ് എ മെസ്സേജ്. അവളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയാമോ? കുഡ് യു പ്ലീസ് ആസ്ക് ഹെർ ടു കോൾ മീ ലേറ്റർ അല്ലെങ്കിൽ കോൾ മീ ബാക്ക്. കുഡ് യു പ്ലീസ് ആസ്ക് ഹെർ ടു കോൾ മീ ബാക്ക്. എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാൻ എന്നതിനെ കോൾ മീ ബാക്ക് എന്ന് പറയാം. കുഡ് യു പ്ലീസ് ആസ്ക് ഹെർ ടു കോൾ മീ ബാക്ക്. എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാൻ പറയാമോ? അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ആസ്ക് ഹെർ ടു കോൾ മീ. എന്നെ ഒന്ന് വിളിക്കാൻ പറയാമോ? പ്ലീസ് നമുക്ക് ഇതിനിടയിൽ ചേർക്കാം, അവസാനവും ചേർക്കാം. കുഡ് യു ആസ്ക് ഹെർ ടു കോൾ മീ പ്ലീസ്, അങ്ങനെയും ചോദിക്കാം. ഞാൻ പിന്നെ തിരിച്ചു വിളിക്കട്ടെ. നമ്മൾ ഉദ്ദേശിച്ച ആൾ അവിടെ ഇല്ല, പിന്നീട് വിളിക്കട്ടെ എന്ന് ചോദിക്കാം. ക്യാൻ ഐ കോൾ ബാക്ക് ലേറ്റർ, ക്യാൻ ഐ കോൾ ബാക്ക് ലേറ്റർ. ഞാൻ പിന്നീട് തിരിച്ചു വിളിക്കട്ടെ. ക്യാൻ ഐ കോൾ ബാക്ക് ലേറ്റർ. ഒന്ന് രാഹുലിനെ കണക്ട് ചെയ്യാമോ? ഇതിപ്പോൾ നമ്മൾ റിസപ്ഷനിലേക്കോ മറ്റോ വിളിച്ചിട്ട് ആരെങ്കിലും ഒരാളെ നമുക്ക് ഫോണിലൊന്ന് കണക്ട് ചെയ്ത് തരണം എന്ന് പറയണമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ പുട്ട് ത്രൂ ആണ്. ആ ഫ്രേസൽ വെർബാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് രാഹുലിനെ കണക്ട് ചെയ്യാമോ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? കുഡ് യു പ്ലീസ് പുട്ട് മീ ത്രൂ ടു രാഹുൽ. കുഡ് യു പ്ലീസ് പുട്ട് മീ ത്രൂ ടു രാഹുൽ. ത്രൂവിന് ശേഷം പിന്നെ അവിടെ ടു എന്ന പ്രൊപ്പോസിഷൻ കൂടി വരുന്നുണ്ട്. കുഡ് യു പ്ലീസ് പുട്ട് മീ ത്രൂ ടു രാഹുൽ. രാഹുലിനെ ഒന്ന് കണക്ട് ചെയ്യാമോ? പ്ലീസ് അവസാനം ഉപയോഗിച്ചാലും മതി. ഇനിയിപ്പോൾ ഇത് അങ്ങനെയല്ല, രാഹുൽ അടുത്ത് തന്നെ നിൽക്കുന്ന ആളാണ് എങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? കുഡ് യു പ്ലീസ് ഗീവ് ദ ഫോൺ ടു രാഹുൽ. രാഹുലിന് ഫോൺ ഒന്ന് കൊടുക്കാമോ? കുഡ് യു പ്ലീസ് ഗീവ് ദ ഫോൺ ടു രാഹുൽ. രാഹുലിന് ഫോൺ ഒന്ന് കൊടുക്കാമോ? രാഹുലിന് കൊടുക്കുന്നതിനെ കുറിച്ച് പറയാം ടു രാഹുൽ എന്നാണ് പറയുന്നത്. കുഡ് യു പ്ലീസ് ഗീവ് ദ ഫോൺ ടു രാഹുൽ. അവൾക്ക് ഒരു മെസ്സേജ് നൽകാമോ? കുഡ് യു ഗീവ് ഹെർ എ മെസ്സേജ്. അവൾക്ക് ഒരു മെസ്സേജ് നൽകാമോ? കുഡ് യു ഗീവ് ഹെർ എ മെസ്സേജ്. ഞാനൊരു മെസ്സേജ് നിങ്ങളുടെ കൈവശം തരട്ടെ എന്ന് ചോദിക്കാൻ കുഡ് ഐ ലീവ് എ മെസ്സേജ് എന്നാണ്, അല്ലെങ്കിൽ ക്യാൻ ഐ ലീവ് എ മെസ്സേജ് എന്നാണ് ചോദിക്കുന്നത്. അവൾക്കൊരു മെസ്സേജ് കൊടുക്കാമോ എന്ന് ചോദിക്കാൻ കുഡ് യു ഗീവ് ഹെർ എ മെസ്സേജ്. കുഡ് യു പ്ലീസ് ഗീവ് ഹെർ എ മെസ്സേജ്. നിങ്ങൾക്ക് എന്നെ എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഫോൺ നമ്പറിൻ്റെ കൂടെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. യു ക്യാൻ കോൺടാക്ട് മീ ഓൺ മൈ മൊബൈൽ നമ്പർ. യു ക്യാൻ കോൺടാക്ട് മീ ഓൺ മൈ മൊബൈൽ നമ്പർ. യു ക്യാൻ കോൺടാക്ട് മീ ഓൺ എന്നിട്ട് നമുക്ക് അവിടെ നമ്പർ പറഞ്ഞാലും മതി. യു ക്യാൻ കോൺടാക്ട് മീ ഓൺ മൈ സിസ്റ്റേഴ്സ് നമ്പർ. എൻ്റെ സിസ്റ്ററുടെ നമ്പറിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. യു ക്യാൻ കോൺടാക്ട് മീ ഓൺ മൈ മൊബൈൽ ഫോൺ. നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ നമ്പറിന് മുന്നിലായാലും ശരി, ഇങ്ങനെ ഫോൺ നമ്പർ എന്ന് പറയുന്നതിന് മുന്നിലായാലും ശരി, ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫോൺ ചെയ്തു, ഒരാളോട് സംസാരിക്കണം. ഫോൺ ചെയ്തു, മായയോട് സംസാരിക്കണം എന്ന് കരുതാം. ഹലോ, ക്യാൻ ഐ സ്പീക്ക് ടു മായ. മായയോട് എനിക്കൊന്ന് സംസാരിക്കാമോ? അപ്പോൾ ഫോൺ എടുത്തത് മായ തന്നെയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ മായ എന്താ പറയേണ്ടത്? മായ സ്പീക്കിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. സ്പീക്കിംഗ്. അതല്ലെങ്കിൽ മായയ്ക്ക് എന്ത് പറയാം? ദിസ് ഈസ് ഷീ എന്ന് പറയാം. ദിസ് ഈസ് മായ സ്പീക്കിംഗ് എന്നും പറയാം. സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെ ആരോ ഫോൺ ചെയ്തു, നിങ്ങളുടെ പേര് ചോദിച്ചിട്ട് നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഫോൺ എടുത്തതെങ്കിൽ സ്പീക്കിംഗ്, സംസാരിക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ദിസ് ഈസ് മായ എന്ന് പറയാം. ഇറ്റ് ഈസ് ഷീ എന്നും പറയാം. അല്ലെങ്കിൽ ദിസ് ഈസ് ഷീ എന്നും പറയാം. ദിസ് ഈസ് മായ സ്പീക്കിംഗ്. മായയാണ് സംസാരിക്കുന്നത്. ദിസ് ഈസ് മായ സ്പീക്കിംഗ്. മായയാണ് സംസാരിക്കുന്നത്. സ്പീക്കിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ദിസ് ഈസ് ഷീ, അവളാണ്. ഇത് പൊതുവെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അങ്ങനെ ഈ അവസാനം എഴുതിയത് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അമേരിക്കൻ ഇംഗ്ലീഷിലാണ് ഇത് നോർമലി കണ്ടുവരുന്നത്. ദിസ് ഈസ് ഷീ അല്ലെങ്കിൽ ദിസ് ഈസ് മായ സ്പീക്കിംഗ്. സ്പീക്കിംഗ് എന്ന് മാത്രം പറഞ്ഞാലും മതി. മായ ഉണ്ടോ അവിടെ? ഈസ് മായ ദർ? യെസ്, സ്പീക്കിംഗ്. ഉണ്ട്, പറഞ്ഞോളൂ. ഈസ് മായ ദർ? മായ അവിടെ ഉണ്ടോ? യെസ്, സ്പീക്കിംഗ്. മായയാണ് സംസാരിക്കുന്നതെങ്കിൽ ഉണ്ട്, പറഞ്ഞോളൂ. യെസ്, സ്പീക്കിംഗ്. മായയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് നൽകാൻ താല്പര്യമുണ്ടോ?
ഒരാൾ ഫോൺ ചെയ്തു, പക്ഷേ അവർ ഉദ്ദേശിച്ച ആളവിടെ ഇല്ലായിരുന്നു, നമ്മളാണ് ഫോൺ എടുത്തത്. എന്നിട്ട് നമ്മൾ അവരോട് ചോദിക്കുകയാണ്, വിളിച്ച ആളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും മെസ്സേജ് തരാൻ താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? എന്തെങ്കിലും മെസ്സേജ് തരാൻ താല്പര്യമുണ്ടോ? എന്നാൽ നമ്മൾ ആ മെസ്സേജ് അവർ ആരെ വിളിക്കണമെന്ന് ഉദ്ദേശിച്ചോ അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കും. അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത്. വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? എന്തെങ്കിലും മെസ്സേജ് നൽകാൻ താല്പര്യമുണ്ടോ? അവൻ നിങ്ങളെ തിരിച്ചു വിളിച്ചാൽ മതിയാവുമോ? വുഡ് യു ലൈക്ക് ഹിം ടു കോൾ യു ലേറ്റർ? വുഡ് യു ലൈക്ക് ഹിം ടു കോൾ യു ബാക്ക്? അവനോട് നിങ്ങളെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ മതിയോ? അവൻ തിരിച്ചു വിളിക്കണോ? വുഡ് യു ലൈക്ക് ഹിം ടു കോൾ യു ലേറ്റർ? വുഡ് യു ലൈക്ക് ഹിം ടു കോൾ യു ബാക്ക്? അല്പം കഴിഞ്ഞ് വിളിക്കാമോ? കുഡ് യു പ്ലീസ് കോൾ എഗെയിൻ ലേറ്റർ? കുഡ് യു പ്ലീസ് കോൾ എഗെയിൻ ലേറ്റർ അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് കോൾ ബാക്ക് ലേറ്റർ? പിന്നീട് കോൾ ബാക്ക് എന്ന് പറയുമ്പോൾ തിരിച്ചു വിളിക്കുക എന്നാണ് അർത്ഥം. കുഡ് യു പ്ലീസ് കോൾ ബാക്ക് ലേറ്റർ? അല്പം കഴിഞ്ഞ് വിളിക്കാമോ? ഇത് തന്നെ നമുക്ക് വുഡ് യു ലൈക്ക് ഉപയോഗിച്ച് ചോദിക്കാം. വുഡ് യു ലൈക്ക് ടു കോൾ ബാക്ക് ലേറ്റർ? അല്പം കഴിഞ്ഞ് വിളിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക് ടു കോൾ ബാക്ക് ലേറ്റർ? ഇനി സംഭാഷണം കഴിഞ്ഞ് ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ താങ്ക്സ് പറയും. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ് വിളിച്ചത്, എന്നിട്ട് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ലഭിച്ചുവെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സർവീസിന് വേണ്ടി വിളിച്ച് നമുക്ക് സർവീസ് ലഭിച്ചുവെങ്കിൽ നമുക്ക് താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് എന്ന് പറയാം. അല്ലെങ്കിലും താങ്ക് യു എന്ന് മാത്രം പറയാം. ഇനി അങ്ങനെ സഹായമൊന്നും അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് താങ്ക് യു എന്ന് പറഞ്ഞ് നിർത്തുക. എന്നിട്ട് അതിനുശേഷം ബൈ എന്നോ ഗുഡ് ബൈ എന്നോ പറയാം. താങ്ക് യു, ഗുഡ് ബൈ. പിന്നെ വിളിക്കാമെന്ന് പറയണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പറയാം നമ്മളിത് ഇങ്ങനെയാണ്, ടോക്ക് ടു യു ലേറ്റർ. ബൈ രോഹൻ, ടോക്ക് ടു യു ലേറ്റർ. പിന്നെ വിളിക്കാം. വളരെ ഇൻഫോർമൽ സ്റ്റൈലിൽ നമ്മൾ അവരെ കൂടെ കാണുന്നതാണെങ്കിൽ ടോക്ക് ടു യു ലേറ്റർ എന്നതിന് പകരം സി യു ലേറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ സി യു സൂൺ എന്ന് പറയാം. ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ രോഹൻ, ടോക്ക് ടു യു ലേറ്റർ. ഇനി ഫോൺ വെക്കുന്നതിന് മുമ്പ് നമ്മൾ അവരുടെ ഫാമിലിയുടെ അടുത്ത് അല്ലെങ്കിൽ പേരൻസിൻ്റെ അടുത്തൊക്കെ നമ്മുടെ അന്വേഷണം ഒന്ന് പറയാൻ പറയില്ലേ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഒരു ഇൻഫോർമൽ സ്റ്റൈലിൽ നമുക്കിതിങ്ങനെ പറയാം. സേ ഹലോ ടു യുവർ പാരൻസ്. സേ ഹലോ ടു യുവർ പാരൻസ്. സേ ഹലോ ടു യുവർ പാരൻസ് ഫോർ മീ. എൻ്റെ അന്വേഷണം നിൻ്റെ അച്ഛനമ്മമാരോട് പറയൂ. സേ ഹലോ ടു യുവർ പാരൻസ്. കുറച്ചുകൂടി ഫോർമൽ സ്റ്റൈലിൽ നമുക്ക് എന്ത് പറയാം? ഗീവ് യുവർ ഫാദർ മൈ ഗുഡ് വിഷസ്. ബൈ ശിവ, സേ ഹലോ ടു യുവർ വൈഫ് ഫോർ മീ. നിൻ്റെ ഭാര്യയോട് എൻ്റെ അന്വേഷണം പറയണം, ഞാൻ അന്വേഷിച്ചതായി പറയണം. സേ ഹലോ ടു യുവർ വൈഫ് ഫോർ മീ. എനിക്ക് വേണ്ടി നിൻ്റെ ഭാര്യയോടൊരു ഹലോ പറയണം, അതായത് ഞാൻ അന്വേഷിച്ചു എന്നൊന്ന് പറയണം. സേ ഹലോ ടു യുവർ വൈഫ് ഫോർ മീ. ഇത് ഇൻഫോർമലാണ്. നമുക്ക് ഫോർമൽ സ്റ്റൈലിൽ നമുക്ക് എന്ത് പറയാം? ഗീവ് യുവർ വൈഫ് മൈ ഗുഡ് വിഷസ് അല്ലെങ്കിൽ ബെസ്റ്റ് വിഷസ്. ഗീവ് യുവർ വൈഫ് മൈ ബെസ്റ്റ് വിഷസ്. ഞാൻ അന്വേഷിച്ചതായി ഒന്ന് പറയണം. ഗീവ് യുവർ വൈഫ്, യുവർ ഫാദർ, യുവർ മദർ മൈ ബെസ്റ്റ് വിഷസ്. ഞാൻ അന്വേഷിച്ചു എന്ന് ഒന്ന് പറയണം. എൻ്റെ വിഷസ് അവരെ അറിയിക്കണം. ഇൻഫോർമൽ സ്റ്റൈലിൽ ഹലോ എന്ന് പറഞ്ഞാൽ മതി. സേ ഹലോ ടു യുവർ പാരൻസ്. നിൻ്റെ അച്ഛനമ്മമാരോട് ഞാൻ ഒരു ഹലോ പറഞ്ഞു എന്ന് അവരോട് പറയണം. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ? നമ്മൾ ഫോണിൽ പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരാറുണ്ട്. അതിന് ഉപയോഗിക്കാവുന്ന ചില ഫ്രേസസും സെൻറ്റൻസസും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും ക്യാൻ യു എന്നോ കുഡ് യു എന്നോ ഉപയോഗിച്ചോ ചോദിക്കാം. കുഡ് യു ആണ് കുറച്ചുകൂടി പൊളൈറ്റ്. ക്യാൻ യു പൊളൈറ്റ് അല്ല എന്നല്ല, കുഡ് യു കുറച്ചുകൂടി പൊളൈറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചതിന് ശേഷം പ്ലീസ് ചേർക്കാൻ മറക്കരുത്. ഇംഗ്ലീഷിൽ പൊതുവെ പ്ലീസ്, താങ്ക്സ് ഇതുപോലുള്ള വേർഡ്സ് എല്ലാം അവർ ധാരാളം ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ സംഭാഷണം പൊളൈറ്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള ചില എക്സ്പ്രഷൻസ് ആണ് ഇതെല്ലാം. ലെസൺ യൂസ്ഫുൾ ആയിരുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളൊരു ഓൺലൈൻ കോഴ്സ് തുടങ്ങുന്നുണ്ട്. ജൂലൈ 10th ഫസ്റ്റ് ബാച്ച് തുടങ്ങണമെന്നാണ് കരുതുന്നത്. ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആയിരിക്കും. അതുപോലെ ടെസ്റ്റ് പ്രിപ്പറേഷൻ ആവശ്യമുള്ളവർക്ക് IELTS അതുപോലത്തെ പരീക്ഷകൾക്ക്, PSCയോ SSCയോ അതുപോലുള്ള പരീക്ഷകൾക്ക് ഇംഗ്ലീഷ് കോച്ചിങ് ആവശ്യമുള്ളവർക്കും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ്സസ് ആണ് ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ളവർ തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.